സംഘർഷത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു തരത്തിലുമുള്ള മധ്യസ്ഥതയും സ്വീകരിച്ചിട്ടില്ല, ഒരിക്കലും സ്വീകരിക്കുകയുമില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് വെടിനിർത്തലിന് തയ്യാറായതെന്നും ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണെന്നും പ്രധാനമന്ത്രി ട്രംപിനെ അറിയിച്ചു. ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, നമുക്കറിയാം ഈ സംഘർഷം സമവായത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യം മുതൽ തന്നെ ട്രംപ് അവകാശപ്പെടുന്നത് താനാണ് ഇതിന് മധ്യസ്ഥത വഹിച്ചത് എന്നുള്ളതാണ്. US ഫെഡറൽ കോടതിയിൽ പോലും ഈ അവകാശവാദം ട്രംപ് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴൊന്നും ഇന്ത്യ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന വിമർശനം പ്രതിപക്ഷം ഇവിടെ ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മോദി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി എന്നതാണ് സാഹചര്യം. വിശദാംശങ്ങൾ ആര്യ, തീർച്ചയായും അതായത് ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത US വഹിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തമായ ചിത്രം ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഒരു തരത്തിലും മധ്യസ്ഥത വഹിച്ചിട്ടില്ല US എന്ന നിലപാട് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. അതായത് ഈ സീസ്ഫയർ വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് പാകിസ്ഥാൻ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ കരാറിലേക്ക് പോവുകയും ചെയ്തത്. അതിൽ യാതൊരുവിധ ഇടപെടലും USന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. മെയ് 7 നടന്ന ചർച്ചയിൽ ഇത്തരത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഒപ്പം തന്നെ നിലവിലെ സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ അല്ലെങ്കിൽ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടോ ഉള്ള ഒരു തരത്തിലുമുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് കൂടി ഈ നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം കാനഡയിൽ നടന്ന G7 ഉച്ചകോടിക്ക് ശേഷം ട്രംപും മോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിന് പകരമാണ് ഇപ്പോൾ ഇരു നേതാക്കളും ഫോൺ കോളിലൂടെ ബന്ധപ്പെടുകയും ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ് എന്നും ഈ തരത്തിൽ ടെററിസ്റ്റിനെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു തിരിച്ചടി ഉണ്ടായാൽ അതിന് കൃത്യമായ രീതിയിൽ മറുപടി നൽകുകയും ചെയ്യുമെന്ന് കൂടി നിലപാട് നരേന്ദ്രമോദി ആവർത്തിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ കശ്മീർ വിഷയത്തിൽ ഒരു തരത്തിലും മറ്റുള്ളവരുടെ ഒരു ഇടപെടൽ ആവശ്യമില്ല, മറ്റ് രാജ്യങ്ങളുടെ ഒരു ഇടപെടലും ആവശ്യമില്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ ക്വാഡ് മീറ്റിംഗിൽ, അതായത് ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ക്വാഡ് മീറ്റിംഗ് അടുത്ത നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. ഈ മീറ്റിംഗിലേക്ക് ട്രംപിനെ ക്ഷണിക്കുകയും ചെയ്തു നരേന്ദ്രമോദി ഔദ്യോഗികമായി. ട്രംപ് ഇന്ത്യയിലേക്ക് വരാമെന്നുള്ള സമ്മതം മൂടിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം അല്ലെങ്കിൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയാണ്. ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ ഫോൺ കോളിലൂടെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരു വ്യക്തത വന്നിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്തണം. അതായത് മധ്യസ്ഥത വഹിച്ചോ, USന്റെ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ഒരു പരാമർശം നടത്തിയിരുന്നു. നരേന്ദ്ര സറണ്ടർ എന്ന രീതിയിലുള്ള ഒരു പരിഹാസരൂപേണമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ, പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള ഇടപെടൽ മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് USന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് തങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിൽ വെടിനിർത്തൽ കരാറിലേക്ക് വരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ കരാറിലേക്ക് വന്നതെന്നുള്ള ഒരു വ്യക്തത കൂടി നരേന്ദ്രമോദി വെച്ചു പുലർത്തുന്നു. തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒടുവിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി തന്നെ. ഇത്തരത്തിൽ ട്രംപിന്റെ ഒരു ഇടപെടലും പാകിസ്ഥാന് നേരെയുള്ള ആക്രമണം നിർത്തുന്നതിൽ എടുത്തിട്ടില്ല, കൈക്കൊണ്ടിട്ടില്ല. പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ ആ ഒരു ധാരണയിലേക്ക് എത്തിയത് എന്നുള്ളത് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്.